വാമപ്പാണ്. വാമപ്പിന്റെ ഗെയിം തുടങ്ങേണ്ട സമയമായി. ഗെയിം വേണ്ടത് അത് നമുക്ക് വേണം. അപ്പൊ എന്തായാലും നമുക്കൊരു സ്റ്റാർട്ടിംഗ് വാമപ്പ് ആയാലോ? അടുത്ത ഗെയിം ഇതാണ്. പറ. നമുക്ക് പ്രോപ്പർട്ടി 1 ലക്ഷം തുടങ്ങാം. അതെ, പ്രോപ്പർട്ടി പ്ലീസ്. യെസ്, പ്രോപ്പർട്ടി പ്ലീസ്. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി KSFE, ഭീമ ജോലേഴ്സ്, പങ്കജ കസ്തൂരി ഓർത്തോ ഹെർബ് ആൻഡ് കേരള ബാങ്ക്. നമ്മുടെ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ അല്ലെ, എല്ലാ വീടുകളിലും പണ്ടൊക്കെ നമ്മുടെ വീടിന്റെ ചുറ്റുമൊക്കെ കോഴികൾ ഇങ്ങനെ ഓടി കളിക്കുമായിരുന്നല്ലേ? ഇവിടെ ഉണ്ട് കോഴികള്, നവീനുണ്ട്. എനിക്ക് കോഴിമുട്ടയെ കാണുമ്പോ ആദ്യം ഓർമ്മ പറഞ്ഞ വിഷ്ണു നവീൻ തന്നെയാ. കാരണം ഞാൻ ഏത് പെണ്ണുങ്ങളുടെ കൂടെ ഫോട്ടോ ഇട്ടാലും ചോദിക്കുന്നത് ആരാ നമ്പർ കിട്ടും. ഞാൻ ഏത് ആണുങ്ങളുടെ കൂടെ ഇന്നാലും അതും ചോദിക്കാറുണ്ട്. അതേതെങ്കിലും കിളവന്മാരായിരിക്കില്ല. അപ്പൊ സാധാരണ നമ്മള് മുട്ട കൊണ്ട് കൂടോത്രം ചെയ്യാൻ വേണ്ടി മുട്ട ഉപയോഗിക്കാറുണ്ട്. മുട്ട നവീന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രോട്ടീൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ മുട്ട പലതരത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? അതെ. ഒരു സംശയം, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? കറക്റ്റ്. അത് കൃത്യമായിട്ട് പറയുന്ന ആൾക്ക് ഒരു സമ്മാനമുണ്ട്. പറഞ്ഞോ. കോഴി. എന്തുകൊണ്ടാ? കാരണം മുട്ടയാണ് ആദ്യം ഉണ്ടായത്. അത് വിരിഞ്ഞാണ് കോഴി. ആരെയും മുട്ട ഇട്ടത്? മുട്ടയിട്ട് ആരാന്ന് എനിക്കറിയില്ല. എനിക്ക് അത് ഇപ്പോഴും ഒരു പിടി കിട്ടിയിട്ടില്ല. ഞാൻ അങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്നു. I think മുട്ട. Yeah. You think മുട്ട? I think മുട്ട. Okay, so simple. Yeah. Then I also think കോഴി. അടുത്ത അബ്സു. എനിക്ക് തോന്നുന്ന കോഴിയാ. കാരണം കോഴീന്റെ അട വെച്ചാലേ മുട്ട ഉണ്ടാവുള്ളൂ. കോഴീനെ അട വെക്കണ്ട. ഇത്ര ചൂട് മതി. കോഴി അട ഇരിക്കണേ. ബിരിയാണോ? വെറുതെ മുട്ട ഇടാനായിട്ട് അട ഇരിക്കുന്നത്. അത് അറിയാണ്ടൊരു കോഴി വന്നു പോയി. അതിനുശേഷം അവര് മുട്ട ഇട്ടു. ദിവ്യഗർഭം വരുന്നത്. ഞങ്ങൾക്ക് എന്റെ ക്ലാരിറ്റി ഇതുവരെ ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. എന്തുകൊണ്ട്? എങ്ങനെ? അല്ല, ആദ്യം ദിനോസറൊക്കെ മുട്ടയായിരുന്നു. അതെ. ആദ്യം ഏതാ വന്നതെന്ന് ചോദിച്ചുള്ളൂ. കോഴിയുടെ മുട്ടയാണോ ചോദിച്ചില്ല. ഇതെടുത്ത് വെച്ചിട്ട് ഞാൻ ഇനി താമരയുടെ മുട്ടയാണോ ചോദിച്ചില്ല. ഇത് കോഴിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. ആദ്യം മുട്ടയുണ്ടായത് കാരണം ആദ്യം നമ്മളിപ്പോ സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ അമീബയിൽ നിന്ന് നമ്മൾ ബാക്കിയുള്ള ജീവികൾ വന്ന പോലെ എഗ് എന്ന് ബാക്കി കോഴി. രസകരമായ ഒരു ഉത്തരവുണ്ട്. ഇങ്ങനെ സർവേശ്വരൻ ഇങ്ങനെ ഓരോ ജീവജാലങ്ങളെ ഇങ്ങനെ സൃഷ്ടിച്ച് ഇങ്ങനെ പെട്ടിയിലാക്കി കൊണ്ടുവന്നത് നോവയുടെ പേടകത്തിൽ കൊണ്ടുവന്നുണ്ട്. അപ്പൊ ചിലതിനൊക്കെ മേളിൽ നിന്ന് കിട്ടി എഴുതുകയാണ് ചെയ്തത്. അപ്പൊ കോഴിയാണ് ആദ്യം ഉണ്ടായത്. മുട്ട താഴെ വീണ പൊട്ടിപ്പോകും. കോഴിയാകുമ്പോ പറന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. കോഴിയാണ് ആദ്യം ഉണ്ടായതാണ്. കറക്റ്റ് അല്ലേ? ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നത്. അതാണ് ഞങ്ങളുടെ ആ ഒരു. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഈ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. മത്സരം ആരംഭിക്കുമ്പോൾ നമ്മൾ ഈ മുട്ട, നമുക്ക് എല്ലാവർക്കും മുട്ട വലിയ ഇഷ്ടമാണ്. ഈ മുട്ട നമ്മള് ഇത് നമ്മുടെ ബോയിൽഡ് എഗ് ആണ്. അപ്പൊ ഇത് പുഴുങ്ങിയ മുട്ട അത് പൊളിച്ചെടുക്കണം. വെറുതെ പൊളിക്കണ്ട, ഇത് വെച്ച് പൊളിച്ചാലോ? അത് വെച്ചില്ല, അത് കണ്ണിൽ വെച്ചിട്ട് കൈ കൊണ്ട് പൊളിക്കണം. ആദ്യം ആരാ വരുന്നേ? അല്ല, ആദ്യം അപ്സര വരട്ടെ. ഞാൻ വരാം. എനിക്കിഷ്ടം. സ്വാഗതം ചെയ്യുന്നു. പൊളിക്കാനും ഇഷ്ടമാ, മുട്ട കഴിക്കാനും ഇഷ്ടമാ. ഓക്കെ, താങ്ക് യു നാദറ, ഇതുവരെ സഹകരിച്ചതിന് വളരെ ഈസി ആയിട്ട് വിത്തിൻ സെക്കൻഡ്സ് നാദറ ഓവർകം ചെയ്തു. താങ്ക് യു സോ മച്ച്. നാദറയ്ക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം. അപ്പൊ റെഡി, നമ്മള് ആദ്യം ആരാ വരുന്നത്? എനിക്ക് നവീൻ ചേട്ടനെ വിളിക്കാൻ തോന്നുന്നു. മുട്ട എന്ന് പറഞ്ഞോണ്ട് പിന്നെ എപ്പോഴും പ്രോട്ടീൻ എന്ന് പറയുന്നത് കൊണ്ട് ഈ കണ്ണാടി വെച്ചോളൂ. ആ കണ്ണാടിക്ക് വരെ ഈ കണ്ണാടി കറക്റ്റ് നന്നായി പ്ലേസ് ചെയ്യണേ. കഴിഞ്ഞ പ്രാവശ്യം തോറ്റതാണ്, ഇപ്രാവശ്യം ഇപ്പോഴും ജയിപ്പിക്കണം കേട്ടോ. ഇതെത്രയാ? ഇത് എത്ര മുട്ടയുണ്ട്? ഇപ്പൊ കയ്യിൽ പിടിച്ചേക്കണത്. കാണില്ല. ഇപ്പൊ കയ്യിൽ എത്ര മുട്ടയുണ്ട്? ഇപ്പൊ ഒരെണ്ണം. അതെ, അത് നമ്പർ ഇട്ടത്. അത് എടുത്തു കൊടുക്കണോ? രണ്ടെണ്ണം. അല്ല, നീ ഒന്ന് മുട്ട എടുത്തേ. അയ്യോടി, നിന്റെ പൊസിഷൻ മാറ്റി. അത് വേറെയാ.
ആ മുട്ട അത് 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 പൊട്ടിക്കാൻ അത് പറ്റില്ല. ഗെയിമിനുള്ളതല്ല നവീൻ ചേട്ടാ, അത് ഗെയിമിനുള്ളതല്ല. നവീന്റെ പ്രശ്നം ഇതാണ്. പ്രോട്ടീൻ കിട്ടില്ലെങ്കിൽ റെഡി ലൈറ്റ് ഇപ്പുറത്ത് വൺ അതന്നെ. സമയം നോക്കിയോളൂ 1 2 3 സ്റ്റാർട്ട്. എടുത്തോടാ. ഓ യെസ് നവീൻ നവീൻ നവീൻ. അതിന്റെ ഉള്ളിൽ വീഴരുത്. പുറത്ത് വെച്ചോ. താളം പിടിക്കും നവീൻ ചേട്ടാ, അത് തന്നെ. കുഴപ്പമില്ല, ചേട്ടന് ഇഷ്ടം പോലെ ചെയ്തു. എടാ മൊത്തം ഒന്ന് ചളുക്കടാ അതിനെ. ചളുക്കട പീച്ചറ പീച്ചറ. ചളുക്ക് അതിനെ. അതിന്റെ ഷേപ്പ് നോക്കൂട്ടോ. അങ്ങനെ എല്ലാ ചളുക്ക്. ഞങ്ങളുടെ shape. വീട്ടിൽ നിന്ന് അയ്യോ, അയ്യടാ ഇത് അന്റാർട്ടിക്കന്ന്. വെച്ചോ. എടാ എടാ ഇങ്ങനെയൊക്കെയാണ് മുട്ട. കട 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 എന്ന് അപ്പുറത്തും ഇപ്പുറത്തും. കാരണം ആദ്യത്തെ തന്നെ ഫെയിൽ ആയി പോയിട്ടുണ്ട്. അങ്ങനെയല്ല പൊട്ടിക്ക്. അല്ലല്ല. ചപ്പാത്തി വരുത്താനല്ലോ, മുട്ട കഴിക്കാനാ. അവൻ ഡെയിലി 10 മുട്ട കഴിക്കുന്നവനാ. അവന് പക്ഷെ അറിയാനൊന്നും പാടില്ല അപ്പൊ. അത് വൈഫ് കൊണ്ടൊന്ന് കൊടുക്കണം. അതെ അല്ലെങ്കിൽ അവനെ പരിധി അടക്കം. ഉറക്കുക. അതെ ശരിക്കും ഇങ്ങനെ 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 ആ. മതിയായിരുന്നു. സുഖമായിട്ട് പൊട്ടിക്കായിരുന്നു. ശരി, എന്നാ ബീന ചേച്ചി അയ്യോ ഇതിൽ ഉപ്പിട്ടിട്ടില്ല. അയ്യോ നീ. ഇത് ഉപ്പിലിടല്ല. അവിടെന്ന് ഇത്രയും ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഇന്ത്യയിൽ ഒരാളില്ല. സൗത്ത് ആഫ്രിക്ക ഒരാളുടെ അടുത്ത് പുള്ളി വണ്ടി ഇടിച്ച് മരിച്ചു. മറ്റേ അവിടെ ഉരുട്ടുക ഉറക്കുക പോലെ താരാട്ടൊക്കെ പാടി ഒരു പാട്ട് പാടി കൊടുത്തോട്ടെ. ഈ മുട്ട പഴയതാണ്. അതാ സമയം കഴിഞ്ഞു. ഒരു മിനിറ്റ്. ഒരെണ്ണം പോലും ഇല്ല. ഈ പറയണ ആളിതൊന്നും അതാ ഞങ്ങളെ ചോദിക്കണേ. എന്റെ മുട്ട ഇങ്ങനെ അല്ല. ഒരെണ്ണം പോലും ക്ലിയർ ആയിട്ട് എടുത്തിട്ടില്ല. ഇതിലൊക്കെ തോടൊക്കെ ഇരിപ്പുണ്ട്. പ്രേക്ഷകരെ ഇത് കാണുന്നത് പോലെ നിസ്സാരമല്ല. ഒന്നാമത് ഈ മുട്ട ഒന്നാമതെ കണ്ണാടില്ല അങ്ങനെ. ഉപ്പിട്ടല്ല ഇത് പുഴുങ്ങിയത്. രണ്ടാമത്തെ കാര്യം മുട്ട കുറച്ച് പഴയതാണ്. ശരി. ഓക്കേ, പോ. നമ്മൾ എന്തെങ്കിലും അടിച്ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും നല്ലൊരു സംഭവം കണ്ടുപിടിച്ചു കൊണ്ടുവരും. നവീൻ ചേട്ടൻ ഇവിടെ വന്നിട്ട് കൊളാക്കും. അങ്ങനെ അല്ലടാ. ഓക്കേ, ദീപൻ വരൂ. ദീപൻ റെഡി. നല്ല ക്ലാപ്പ് ചെയ്യുക പ്ലീസ്. ദീപനാണ് ഇനി മത്സരിക്കാൻ പോകുന്നത്. Yeah. കണ്ണ് നന്നായി. വിന്നർ നവീൻ ചേട്ടൻ തന്നെ. ഒയ്യോടി. റെഡി ശരി, അപ്പൊ സ്റ്റാർട്ട് റെഡി 1 2 3 സ്റ്റാർട്ട്. സമയം കഴിഞ്ഞു. അല്ലടാ പക്ഷെ അതിന്റെ അകത്ത് ഇനി കുറച്ചും കൂടി ഉണ്ട് അതിനകത്ത്. ക്ലിയർ ആയിട്ടില്ല കേട്ടോ. ഇത്രയായി നവീനേക്കാളും ഭേദം. ആ ഒരു മുട്ട മിനിറ്റ്. പൊട്ടിയില്ല. അതെ നവീനേക്കാളും പേര് പൊട്ടിയില്ല ഒരെണ്ണം. ഇല്ല, ഈ ഒരു തോടേ ഉള്ളൂ. ക്ലീൻ മുട്ട ഇരിക്കണം. എന്തായാലും ഇത്രയേ ഉള്ളൂ. അല്ല ക്ലീൻ മുട്ട വേണം. ഒരു മിനിറ്റ്. എന്തായാലും നവീൻ ചേട്ടനേക്കാൾ ഭംഗിയായിട്ട് പൊളിച്ചതുകൊണ്ട് ആ മുട്ട നമുക്ക് ദീപൻ ചേട്ടന് കഴിക്കാൻ കൊടുക്കാം. കഴിച്ചോ? അല്ല, കഴിച്ചോ? കഴിക്കാൻ പറഞ്ഞു. ഭാഗ്യം നവീന്റെ പ്രോട്ടീൻ എനിക്ക് കിട്ടി. വിഷ്ണു വിഷ്ണു അടുത്ത വിഷ്ണു ആണ് വരുന്നത്. വിഷ്ണു നന്നായിട്ട് മുട്ട പൊളിക്കും. അതെ അതെ. റെഡി 1 2 3 സ്റ്റാർട്ട്. Start. വിഷ്ണു ഓ സിമ്പിൾ. ആ കോൺഫിഡൻസ് നോക്ക്. പൊളിക്കണം. എടാ മുട്ട പൊട്ടിപ്പോയടാ. പറ്റും. ഇല്ലല്ല കാരണം അടുത്ത് എടുക്കാനുള്ള സമയമുണ്ട്. എത്രത്തോളം വിഷ്ണു കറക്റ്റ് ആണ്. മുട്ട ക്രാക്ക് വീണിട്ടില്ല. കറക്റ്റാണ്. ഈ നവീചനെ പറഞ്ഞ കേൾക്കരുത്. ഇല്ലില്ല പെർഫെക്റ്റ് ആയിട്ട്. വെച്ചോ. ആടിപ്പൊളി. വെരി ഗുഡ്. ഇനി മുതൽ മുട്ട വിഷ്ണു എന്നറിയപ്പെടും. ബക്ക് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല. അത് ക്ലിയർ ആയിട്ട് വന്നു. മാനുഫാക്ചറിംഗ് വേറെ ഡിഫക്റ്റാ. ഒന്നും പോയിട്ടില്ല. അത് പെർഫെക്റ്റ്. ഓ അത് അതൊരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയിട്ട് കണ്ടാൽ മതി. സമയം കഴിഞ്ഞു. കഥ പറയാം. ഒരെണ്ണം പോലും ഒരെണ്ണം കറക്റ്റ് ചെയ്തു. പെർഫെക്റ്റ് അല്ല. നിലവിൽ പെർഫെക്റ്റ് അല്ല. ഫസ്റ്റ്. അങ്ങനെ പറയാൻ പറ്റുമോ? ആ പറ്റും. പക്ഷേ എന്നാലും തമ്മിൽ ഭേദം. ആ അത് തമ്മിൽ ബന്ധം. സൈഡിൽ ചെറുതായിട്ട് തമ്മിൽ അല്ല ക്രാക്ക് വേറെ ക്രാക്ക് കാണിച്ചു ക്രാക്ക്. അത് പക്ഷെ അതിന്റെ വൈകല്യമാണ്. ദാ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതുവരെ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും നന്നായി ചെയ്തിട്ടുണ്ട്.
അത്രയ്ക്കൊന്നുമില്ല. അത്രയ്ക്കും ഓഡിയൻസ് എന്റെ ഓഡിയൻസ് കൊടുക്കാലോ. തമ്മിൽ ഭേദം തൊമ്മൻ. ഇതിനെ തോൽപ്പിക്കാൻ ആരുണ്ടാ? ദേ ദേ വരുന്നു. വരുന്നു, ക്രിസ്ത്യൻ ക്രിസ്. ക്രിസ് ആണ് അടുത്തതായി മത്സരിക്കാൻ പോകുന്നത്. നമ്മുടെ വാമപ്പിന്റെ ഭാഗമായിട്ടുള്ള കോമ്പറ്റ് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മളെ വീട്ടിൽ പുഴുകി കഴിക്കാനുള്ള മുട്ട പൊളിക്കുന്ന ഒരു മത്സരമാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. Ten, 9, 8, 7, 6, 5, 4, 3, 2, 1. Time out.